കുപ്പുസ്വാമി അണ്ണാമലൈ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു. അഭ്യൂഹങ്ങളുണ്ടായിരുന്നു അദ്ദേഹം രാജി പിൻവലിക്കും, അല്ലെങ്കിൽ ആ ഒരു BJP വിടാനുള്ള തീരുമാനം അദ്ദേഹം മാറ്റും. പ്രധാനപ്പെട്ട നേതാക്കൾ അമിത്ഷാ, അതുപോലെയുള്ള നേതാക്കൾ BL സന്തോഷ് തുടങ്ങിയ നേതാക്കന്മാരുമായിട്ടൊക്കെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നും BJPയെക്കുറിച്ചോ BJPയുടെ NDA സർക്കാരിനെ കുറിച്ചോ ഒന്നും അദ്ദേഹം പരാമർശിച്ചിട്ടില്ല. അദ്ദേഹം ഒരു തീരുമാനമെടുത്ത ഒരു വ്യക്തമായൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്നത് നമുക്കിപ്പോൾ മനസ്സിലായ കാര്യമാണ്. അണ്ണാമലൈ BJP വിടുകയാണ്. അതിനകത്ത് ഏറ്റവും മാന്യമായിട്ട് ഒരു പാർട്ടി വിട്ടുപോകുന്നത്, ഏറ്റവും മാന്യമായിട്ട് പാർട്ടി വിട്ടുപോകുന്ന ഒരു നേതാവ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇത്. ഒരു പാർട്ടി വിട്ടുപോകുന്നു, പക്ഷേ അദ്ദേഹത്തെ പാർട്ടി വിട്ടുപോകുന്നതിന് അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോകുന്നതിന് BJPക്കാരോ അല്ലെങ്കിൽ സംഘപരിവാർ ആളുകളോ ഒന്നും അദ്ദേഹത്തെ ട്രോളുന്നില്ല, ചീത്ത വിളിക്കുന്നില്ല, ബഹളം കൂട്ടുന്നില്ല, പരിഹസിക്കുന്നില്ല. ഇപ്പോൾ BJPയിൽ നിന്നൊരു പ്രധാനപ്പെട്ട നേതാവ് രാജിവെച്ച് പോയി കോൺഗ്രസിൽ ചേർന്നാൽ അദ്ദേഹത്തിനെതിരെ അതിശക്തമായ നിലപാടുകളുമായി BJPയുടെ സോഷ്യൽ മീഡിയ സൈബർ വിങ് അതിശക്തമായി അദ്ദേഹത്തെ ട്രോളാനും ആക്രമിക്കാനും അല്ലെങ്കിൽ സൈബർ ആക്രമണം നടത്താനും ഒക്കെ ശ്രമിക്കാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. അത് ഏത് പാർട്ടിയായാലും അങ്ങനെയാണ്. പക്ഷേ ഏറ്റവും മാന്യമായിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു നേതാവ്, ഇന്ത്യയിലെ തന്നെ ഒരു നേതാവാണ് കുപ്പുസ്വാമി അണ്ണാമലൈ എന്നതിൽ നമുക്ക് ഇപ്പം തർക്കമൊന്നുമില്ല. കാരണം അതങ്ങനെയാണ്. അദ്ദേഹത്തിന് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുതിയ പ്രവർത്തന മേഖലയ്ക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് അദ്ദേഹം ഇനി പുതിയൊരു പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ അതിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട്, പിന്നെ ചിലർ പറയുന്നുണ്ട് അദ്ദേഹം പുതിയൊരു പാർട്ടി രൂപീകരിച്ച് അതിശക്തമായൊരു നിലവാരത്തിലേക്ക് എത്തിയിട്ട് അദ്ദേഹം തമിഴ്നാട്ടിൽ ഒരു വലിയ പ്രസ്ഥാനം കെട്ടിപ്പടുത്തിട്ട് അത് NDAയിൽ ചേരും എന്ന് പറയുന്നുണ്ട്. ഈ AIADMK അദ്ദേഹം അന്ന് പറഞ്ഞത് നമ്മളത് അന്ന് വിശദീകരിച്ചിരുന്നു. BJP ഒറ്റയ്ക്ക് നിന്നാലേ വളരൂ, BJP മറ്റൊരാളുടെ കൂടെ നിന്നാൽ വളരില്ല. കേരളത്തിൽ BJPക്ക് ഇപ്പോൾ 3 സീറ്റ് കിട്ടി. എന്നാൽ പോലും BDJസിന്റെ കൂടെ നിന്നത് കൊണ്ടൊന്നും അല്ല സീറ്റ് കിട്ടിയത്. BDJസിന്റെ കൂടെ എത്ര കാലമായി നിൽക്കുന്നു. BJP കേരളത്തിലായാലും ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് പൊരുതിയത്, ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പുകളെ നേരിട്ടത്. അതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു MP ഉണ്ടായത്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു MLAയും 3 MLAമാരും ഉണ്ടായത്. ഒറ്റയ്ക്ക് നിൽക്കണം, അതായിരുന്നു അണ്ണാമലയുടെ ആവശ്യം. പ്രത്യേകിച്ചും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ജയിക്കുന്നവനാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പം TVK, അത് പിന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടാണ് വിജയുടെ ആ ഒരു പ്രവർത്തനവും ആ ഒരു പ്രവേശനവും ഒക്കെ ഉണ്ടായത്. പക്ഷേ BJPക്ക് ഒറ്റയ്ക്ക് നിന്ന് പോരാടി ജയിക്കാൻ പറ്റും എന്നുള്ള അണ്ണാമലയുടെ ആത്മവിശ്വാസത്തെ BJP കേന്ദ്ര നേതൃത്വം മുഖവിലക്കെടുത്തില്ല എന്നുള്ളൊരു പരാതി അദ്ദേഹത്തിനുണ്ട്. എന്തായാലും പരാതികൾ അവിടെ നിൽക്കട്ടെ. കുപ്പുസ്വാമി അണ്ണാമലയ്ക്ക് ഞങ്ങളും ഭാവുകങ്ങൾ നേരുകയാണ്, മാധ്യമങ്ങളും ഭാവുകങ്ങൾ നേരുകയാണ്. പുതിയ പ്രവർത്തന മേഖലയിൽ നല്ല രീതിയിൽ പൊതുപ്രവർത്തനം എന്നത് എന്താണ് എന്ന് ജനങ്ങളെ കാണിച്ചു കൊടുത്ത, ഉദാഹരണ സഹിതം കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ യാത്രകൾ, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, പ്രസംഗങ്ങളൊക്കെ തന്നെ. അപ്പം അണ്ണാമലൈ പോവുകയാണ്, തീരുമാനമായിരിക്കുന്നു. പുതിയ പ്രവർത്തന മേഖലയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നു. ഭാവിയിൽ എന്ത് രാഷ്ട്രീയ നീക്കമാണ് തമിഴ്നാട്ടിൽ ഈ ഒരു അണ്ണാമലയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പോകുന്നത്? BJPക്ക് അണ്ണാമലൈ പോയി കഴിഞ്ഞാൽ വലിയ ശക്തിയൊന്നും തമിഴ്നാട്ടിൽ ഇല്ല എന്നത് ഒരു വാസ്തവമാണ്. എങ്കിലും കൂടുതൽ കരുത്തോടെ മുമ്പോട്ട് പോയി അണ്ണാമലയോട് ചേർന്ന്, അണ്ണാമലയുടെ പ്രവർത്തന മേഖലയോട് ചേർന്ന് പ്രവർത്തിക്കാൻ BJPക്ക് ചിലപ്പോൾ കഴിയുമായിരിക്കും. ഒറ്റയ്ക്ക് നിന്ന് പൊരുതി നേടുന്നവനെ എവിടെയും നിലനിൽപ്പുള്ളൂ എന്ന ആ ഒരു യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഒരു തത്വം, അത് പറഞ്ഞു കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അണ്ണാമലൈ BJPയിൽ നിന്ന് പടിയിറങ്ങുന്നത്.